ഹലോ എവ്രി വൺ, വെൽക്കം ടു ഡെലീഷ്യസ് റെസിപ്പീസ്. ഇന്നൊരു സ്പെഷ്യൽ പച്ചമാങ്ങ ജ്യൂസ് ആയാലോ? ചൂട് സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയ നല്ലൊരു ജ്യൂസാണിത്. വളരെ റിഫ്രഷിംഗ് ആയിട്ടുള്ള ഈ ജ്യൂസ് എങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പച്ചമാങ്ങ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഇതൊന്ന് തയ്യാറാക്കി നോക്കൂ. ഇതിനാവശ്യമായിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് ആദ്യം നോക്കാം. ഒരു പച്ചമാങ്ങ തൊലിയൊക്കെ ചെറുതായിട്ടൊന്ന് മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് മധുരത്തിന് വേണ്ടി പഞ്ചസാരയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. മധുരത്തിൻ്റെയൊക്കെ അളവ് നിങ്ങളുടെ ഓരോരുത്തരുടെയും താല്പര്യത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ആവാം. ഇതുകൂടാതെ കുറച്ച് വെള്ളവും ഐസ് ക്യൂബ്സും ആവശ്യമുണ്ട്. അപ്പോൾ പച്ചമാങ്ങ ഞാനിവിടെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് മിക്സിയിൽ അരച്ചെടുക്കുന്നതുകൊണ്ടാണ് ഇതുപോലെ ചെറുതായിട്ട് പച്ചമാങ്ങയും ഇഞ്ചിയൊക്കെ അരിഞ്ഞെടുത്തത്. ഇനി ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ആദ്യം നമുക്ക് ഇതിലേക്ക് വളരെ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. അതിനുശേഷം വീണ്ടും നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഞാനിപ്പോൾ 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇതിപ്പോൾ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. പഞ്ചസാര കുറവാണെങ്കിൽ അല്പം കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ചുകൂടി പഞ്ചസാര ചേർക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഞാനിപ്പോൾ നോർമൽ വാട്ടറാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തണുത്ത വെള്ളം ഒഴിച്ചിട്ട് ഇത് അടിച്ചെടുക്കാം. ഇതിപ്പോൾ നല്ലതുപോലെ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ എടുക്കുന്ന മാങ്ങയ്ക്കനുസരിച്ച് പഞ്ചസാരയുടെ അളവിലൊക്കെ നിങ്ങൾക്ക് മാറ്റം വരുത്താം. ഞാനിപ്പോൾ 5 ടേബിൾ സ്പൂണാണ് പഞ്ചസാര ചേർത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്കൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. അപ്പോൾ ഗ്ലാസ്സിലേക്ക് ഞാൻ ആദ്യം കുറച്ച് ഐസ് ക്യൂബ്സ് ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു മാങ്ങ വെച്ചിട്ട് 3 ഗ്ലാസ് ജ്യൂസാണ് ഞാനിപ്പോൾ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ പച്ചമാങ്ങ കയ്യിലുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വളരെ റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ജ്യൂസാണിത്. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. റെസിപ്പി ഇഷ്ടമായാൽ ഡെലിഷ്യസ് റെസിപ്പീസ് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.